ഹലോ, ഞായറാഴ്ചയായിട്ട് വൈകുന്നേരത്ത് ഒരു പായസം കുടിക്കാനുള്ള ക്രേവിങ്സ് കേട്ടോ. അകത്ത് ചെന്ന് നോക്കിയപ്പോൾ ചെറുപയർ ഇരിപ്പുണ്ട്. അങ്ങനെയാണെങ്കിൽ ഉള്ളതാവട്ടെ, നമുക്കൊരു പായസം ഉണ്ടാക്കിയാലോ. ഏലക്കയും കുറേ ഏറെ തേങ്ങാക്കൊത്തും കശുവണ്ടിപ്പരിപ്പും ഒന്നാം പാലും രണ്ടാം പാലും നമ്മുടെ മെയിൻ ഐറ്റമായ നമ്മുടെ ചെറുപയറും പിന്നെ കുറേ ഏറെ ശർക്കരയും മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ചിലർക്കൊക്കെ അറിയാമായിരിക്കും, എന്നാൽ ചിലർക്കൊന്നും അറിഞ്ഞുകൂടായിരിക്കും. നമുക്കൊന്ന് നോക്കിയാലോ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അങ്ങ് വീഡിയോയിലോട്ട് പോയാലോ. ആദ്യം തന്നെ താണ്ട് ചെറുപയർ നന്നായിട്ട് കഴുകിയില്ല, നന്നായിട്ട് അത് പിളർന്നെടുത്തിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതെങ്ങനെ പിളർക്കുന്നതെന്നുള്ളത് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്, അതിനകത്ത് കാണിച്ചു തരാവേ. അങ്ങനെ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇവനെ അങ്ങ് നന്നായിട്ട് കഴുകണം കേട്ടോ. ചൂടാറിയതിന് ശേഷം നല്ല രീതിയിൽ കഴുകി ഒന്ന് കുക്കറിനകത്തിട്ട് 2 ഫിസിൽ അടുപ്പിക്കണം. കഴുകി അത് കുക്കറിനകത്തോട്ടിട്ട് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചിട്ട് നമുക്ക് 2 ഫിസിൽ അടുപ്പിക്കാൻ വേണ്ടി ഇവനെ അങ്ങ് അടച്ച് വെക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് ശർക്കര മെൽറ്റ് ചെയ്യാനുള്ള സമയമാണ്. ഓടിച്ചെന്ന് നമുക്കൊരു പാത്രത്തിൽ 1 കപ്പ് ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അതിനാവശ്യമായ വെള്ളവും ഒഴിച്ച് അത് അവിടെ ഇരുന്ന് അങ്ങ് മെൽറ്റ് ആയിക്കോളും. അപ്പോൾ നമ്മൾ നേരത്തെ കുക്കറിനകത്ത് വെച്ചാൽ നമ്മളെ വിളിക്കുന്നുണ്ട് അവിടെ. അങ്ങനെ പെട്ടെന്ന് ചെന്ന് നോക്കിയപ്പോഴും ആൾ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ഈ കുക്കറിൽ തന്നെ കൊണ്ടാക്കാം. ഞാൻ പിന്നെ ഒരു പാനിലോട്ട് മാറ്റിയെന്നേ ഉള്ളൂ, നിങ്ങൾക്ക് കൂടെ കാണണ്ടേ. അങ്ങനെ പാനിലോട്ട് മാറ്റിയതിന് ശേഷം അതിനകത്ത് ശർക്കര മെൽറ്റ് ചെയ്ത് ഒഴിച്ചിട്ടുണ്ട്. അരിച്ചൊഴിക്കാൻ നിങ്ങൾ പ്രത്യേകം നോക്കിക്കോണം, അല്ലെങ്കിൽ കല്ലും മണ്ണും ഒക്കെ കാണും ശർക്കരയിൽ. അതിനുശേഷം അതൊന്ന് തിള വരുമ്പോഴത്തേക്കും നമുക്ക് തേങ്ങയുടെ 2ാം പാൽ ഒഴിച്ചു കൊടുക്കാവേ. 2ാം പാൽ ഒഴിച്ചു കൊടുത്ത് നല്ല രീതിയിൽ അങ്ങ് മിക്സ് ചെയ്യണം. ഇവ നമ്മൾ ഒരുപാടിട്ടങ്ങ് വെയിറ്റ് ചെയ്യിപ്പിക്കത്തില്ല, പെട്ടെന്ന് അങ്ങ് തിളച്ചോളും. അതുകൊണ്ട് നമുക്ക് ഒരുപാടങ്ങ് സമയം ലാഭമായിരിക്കും. എന്നിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് നല്ല രീതിയിൽ വീണ്ടും അങ്ങ് തിളക്കി വേണേ. ഈ തേങ്ങാപ്പാൽ ഒന്ന് വറ്റി വരുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് ജീരകം പൊടിച്ചതും ഏലക്കായയും ചുക്കും കൂടി ഇട്ട് കൊടുക്കണേ. ഞാൻ കാണിക്കാൻ വിട്ടുപോയതാണേ. അതിനുശേഷം തീ ഒന്ന് ഓഫ് ചെയ്തിട്ട് നമുക്ക് തേങ്ങാപ്പാൽ 1ാം പാലും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനിയാണ് നമ്മുടെ യഥാർത്ഥ പരിപാടി വന്നിരിക്കുന്നത്. ഈ തേങ്ങാക്കൊത്തും കശുവണ്ടി പരിപ്പും എല്ലാം കൂടെ നല്ല രീതിയിൽ അങ്ങ് മൂക്കണവേ. അപ്പോൾ അതൊന്ന് മൂക്കാൻ നമുക്ക് കുറച്ച് സമയം എടുക്കും. നമുക്ക് ആ സമയം അതൊന്ന് നോക്കിയാലോ എങ്ങനെയാണെന്ന്. നല്ല രീതിയിൽ അങ്ങ് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കെടുത്ത് നമ്മുടെ പായസത്തിലോട്ട് ഒഴിക്കാവേ. ഇരുമ്പ് ചട്ടിയാണ്ട് ആദ്യം എൻ്റെ കയ്യിൽ നിന്നൊന്ന് വഴുതി പോയെങ്കിലും പിന്നിങ്ങ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ നെയ്യും അതെല്ലാം കൂടെ ഒഴിക്കുമ്പോഴത്തേക്കും നമ്മുടെ പായസത്തിൽ നിന്ന് നല്ലൊരു സ്മെല്ല് വരുവേ. ആ മണം മതി നമ്മുടെ വയറ് നിറയാൻ. പിന്നെ അങ്ങോട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കേണ്ട കടമ്പയാണ്. നല്ല രീതിയിൽ അങ്ങ് മിക്സ് ചെയ്യണമേ. ഞാൻ കുറച്ച് ഏറെ പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളവർക്കെല്ലാം കൊടുക്കും, അതുകൊണ്ട് കുറച്ച് ഏറെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഓക്കെ, ബൈ ബൈ, സീ യു.